എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, വൈ പീപ്പിൾ ബൈ. പലതരത്തിലുള്ള റീസൺ ഉണ്ട്, എന്നാൽ വളരെ മേജറായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഞാൻ സൂചിപ്പിക്കാം. ഫസ്റ്റ് വൺ, ലോവർ പ്രൈസ്. നമുക്കറിയാം, മെഗാ ഓഫർ, ബമ്പർ ഓഫർ, അതുപോലെ ന്യൂ ഇയർ ഓഫർ, ക്രിസ്മസ് ഓഫർ, ഓണം ഓഫർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ 3-4 ഷോപ്പിൽ നിന്ന് കോട്ടെടുക്കും. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഏതാണോ, ഏറ്റവും കൂടുതൽ ഓഫർ തരുന്ന ആരാണോ, തീർച്ചയായിട്ടും അതായിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോവർ പ്രൈസ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നെക്സ്റ്റ് വൺ, ബേസിക് നീഡ്സ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇത് മനുഷ്യൻ്റെ ബേസിക്കായിട്ടുള്ള ആവശ്യമാണ്. അത് പ്രത്യേകിച്ച് നിർബന്ധിക്കേണ്ട ഒരു വിഷയമല്ല. വെജിറ്റബിൾസ് ആയാലും നോൺ വെജ് ആണെങ്കിലും സ്റ്റേഷനറി ഐറ്റംസ് ആണെങ്കിലും ഇപ്പം ഇടാനുള്ള ഡ്രസ്സാണെങ്കിലും അതുപോലെ താമസിക്കാനുള്ള വീട്, ഇതൊന്നും കമ്പൽസറി ചെയ്യേണ്ട കാര്യങ്ങളല്ല. സ്വാഭാവികമായിട്ട് ആളുകൾ പർച്ചേസ് ചെയ്യും. ബേസിക് നീഡ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നെക്സ്റ്റ് വൺ, റീപ്ലേസ്മെൻറ്റ്. നമ്മൾ പലതരത്തിലുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം റീപ്ലേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങാറുണ്ട്. റീപ്ലേസ് ചെയ്ത് പുതിയ പ്രോഡക്റ്റ് വാങ്ങും. സോ അത് വലിയൊരു പോയിൻ്റാണ്. നെക്സ്റ്റ് വൺ, കൺവീനിയൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പല പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഇന്ന കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ കൺവീനിയൻ്റ് അല്ല. സോ ഞാൻ വേറൊരു ബ്രാൻഡാണ്, എനിക്ക് കൺവീനിയൻറ്റ് ടാറ്റ ബ്രാൻഡാണ് അല്ലെങ്കിൽ BMW ബ്രാൻഡാണെന്ന് ആളുകൾ പറയാറുണ്ട്. സോ കൺവീനിയൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നെക്സ്റ്റ് വൺ, പ്രസ്റ്റീജ്. നമുക്കറിയാം, നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നൊരു ടേമാണ് പല ആളുകളും, ഇതെൻ്റെ പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആണ്, അല്ലേ, കോമണായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. ഇപ്പോൾ പ്രസ്റ്റീജിൻ്റെ വെളിച്ചത്തിൽ ആളുകൾ പ്രോഡക്റ്റ് വാങ്ങാറുണ്ട്. സോ നെക്സ്റ്റ് വൺ, ഗ്രേറ്റ് വാല്യൂ. ഗ്രേറ്റ് വാല്യൂവിൻ്റെ കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്ന ആപ്പിൾ പ്രോഡക്റ്റ്സ് ആണ്. ഇപ്പോൾ ഐഫോൺ ആണെങ്കിലും മാക്ബുക്ക് ആണെങ്കിലും അവർക്ക് പലതരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അത് വാല്യൂ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സുകൾ, ഇപ്പോൾ ആപ്പിൾ പ്രോഡക്റ്റ് വാങ്ങാറുണ്ട്. എനിക്കൊന്നൊരു 80% സെയിൽസ് വരുന്നത് ഒരു വാല്യൂ ബേസ്ഡിലാണ് ആപ്പിളിൻ്റെ സെയിൽ. സോ ഗ്രേറ്റ് വാല്യൂ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നെക്സ്റ്റ് വൺ, നെയിം റെക്കഗ്നിഷൻ. ഇപ്പോൾ എനിക്ക് ഞാൻ അറിയപ്പെടണം, ഇന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ BMW ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മെഴ്സിഡീസ് ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നെയിം റെക്കഗ്നീഷൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഇതുപോലുള്ള പ്രോഡക്ട്സുകൾ വാങ്ങാറുണ്ട്. നെക്സ്റ്റ് വൺ, അഡിക്ഷൻ. നമുക്കറിയാം, സ്മോക്കിംഗ് ആണെങ്കിലും ഡ്രിങ്ക്സിനാണെങ്കിലും അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഇതൊക്കെ അഡിക്റ്റായിട്ടുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് അവർ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതും അത് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യുന്നു. സോ അഡിക്ഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നെക്സ്റ്റ് വൺ, എമ്പതി. ഇപ്പോൾ എമ്പതിയുടെ വെളിച്ചത്തിൽ ആളുകൾ പ്രോഡക്റ്റ് വാങ്ങാറുണ്ട്. അതുപോലെ ഫിയറിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായ സംഗതി, നമുക്കൊരു എൻ്റയർ ഹോസ്പിറ്റാലിറ്റി നിലനിൽക്കുന്ന ഈ ഒരു ഫിയർ എന്ന് പറയുന്നൊരു കാറ്റഗറിയിലാണ്. നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്നില്ല. അപ്പോൾ ഫിയർ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഹെൽത്ത് വളരെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അവർ, അല്ലെങ്കിൽ ഫിയർ എന്നുള്ളൊരു ബേസിക് ടൈമിലായിരിക്കും കൂടുതൽ പ്രോഡക്ട്സുകളും ഹെൽത്ത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് വിറ്റഴിയുന്നത്. സോ ഫിയർ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നെക്സ്റ്റ് വൺ, കെയർ. നമുക്കറിയാം, നമ്മൾ കെയറിന് വേണ്ടിയിട്ട് വളരെ പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പെറ്റ്സ് കെയർ ആണെങ്കിലും അല്ല, നമ്മൾ പേഴ്സണൽ നമ്മൾ കെയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ വാങ്ങാറുണ്ട്. അപ്പോൾ കെയർ വളരെ ഒരു വലിയ പോയിൻ്റാണ്. അതുപോലെ ഗ്രോത്ത്. ഫോർ മീ, എനിക്കിപ്പം ബിസിനസ് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ്, അതുപോലെ ഹാർഡ്വെയർസ് ഒക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ അത് ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്. സോ അതും വലിയൊരു പോയിൻ്റാണ്. നെക്സ്റ്റ് വൺ, കമ്പൽസറി ആയിട്ട് വാങ്ങേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലേ. കമ്പൽസറി ഇപ്പം സ്കൂളിൽ തുറക്കാൻ പോയി കുട്ടികളുടെ ബുക്സ് അല്ലെങ്കിൽ ബാഗ്, ഇപ്പോൾ പിന്നെ സ്കൂളിൽ പോകാത്തതുകൊണ്ട് ആ ഒരു പ്രോബ്ലം വരുന്നില്ല. എങ്കിലും ഇപ്പം എനിക്കൊന്ന് ഏറ്റവും കൂടുതലുള്ളത് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം കമ്പൽസറി ആയിട്ട് വാങ്ങേണ്ട ഒരു പ്രോഡക്റ്റാണ് ശരിക്കും, അല്ലേ. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട്. വലിയ ഇനിഷ്യേറ്റീവൊക്കെ വരുന്നു. വളരെ സന്തോഷം അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അത് വളരെ വലിയൊരു ഘടകമാണ്, കമ്പൽസറി ആയിട്ട് വാങ്ങേണ്ട പ്രോഡക്റ്റ്. നെക്സ്റ്റ് വൺ, സേഫ്റ്റി. ഇപ്പോൾ സേഫ്റ്റി പ്രോഡക്ട്സുകൾ ധാരാളം മാർക്കറ്റിലുണ്ട്. ഇപ്പം പണിസ്ഥലങ്ങളിലാണെങ്കിലും ഹെൽമെറ്റ്, അതുപോലെ ഷൂസ്, അതുപോലെ ഗ്ലൗസസ്, ഇതൊക്കെ സേഫ്റ്റി പ്രോഡക്ട്സിൽ വരുന്നു. അപ്പോൾ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളാണ് ആളുകൾ പർച്ചേസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, എൻ്റർടൈൻമെൻറ്റ്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റിൽ ഇപ്പം ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, അതൊക്കെ ഇതിൽ വരുന്ന എൻ്റർടൈൻമെൻറ്റിൽ വരുന്നുണ്ട്. അതുപോലെ അഡിക്ഷനിലും വരുന്നുണ്ട്, അല്ലേ.
അപ്പം അത് പല ഘടകങ്ങൾ ഒരുമിച്ച് വരികയും ചെയ്യും. എന്നാൽ വളരെ രസകരമായ ഒരു പോയിൻറ്റ്സാണ് ഇതൊക്കെ അല്ലേ. നെക്സ്റ്റ് വൺ സ്റ്റൈൽ. ഇപ്പോൾ സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഇപ്പം നൈക്കിയുടെ ടീഷർട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ലിവൈസിൻ്റെ ജീൻസ്, അതുപോലെ ലിവൈസിൻ്റെ ടീഷർട്ട്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ബ്രാൻഡ്, അപ്പോൾ ഒരു സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് അല്ലെ, ആപ്പിൾ പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരു സ്റ്റൈൽ, അതൊരു ബ്രാൻഡ്, വലിയൊരു ബ്രാൻഡാണ്, ഗ്ലോബൽ ബ്രാൻഡ് ആയതുകൊണ്ടും എക്സ്പെൻസീവ് ബ്രാൻഡ് ആയതുകൊണ്ടും ആ ഒരു സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ആളുകൾ ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആളുകൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള കാരണങ്ങൾ. ഫസ്റ്റ് വൺ ലോവർ പ്രൈസ്, സെക്കൻഡ് ബേസിക് നീഡ്സ്, റീപ്ലേസ്മെൻറ്റ്, കൺവീനിയൻസ്, പ്രസ്റ്റീജ്, ഗ്രേറ്റ് വാല്യൂ, നെയിം റെക്കഗ്നിഷൻ, അഡിക്ഷൻ, എംപതി, ഫിയർ, കെയർ ആൻഡ് ഗ്രോത്ത്, കമ്പൽസറി, സേഫ്റ്റി, എൻ്റർടൈൻമെൻറ്റ്, സ്റ്റൈൽ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റ്സ് രേഖപ്പെടുത്തുക. എല്ലാ ആഴ്ചയിലും ഞാൻ 2-3 വീഡിയോ വെച്ച് പബ്ലിഷ് ചെയ്യാറുണ്ട്. ഡിജിറ്റൽ കോച്ചിങ്ങും ഓൺലൈൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്. കൂടുതൽ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു.